ഹായ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഗിനേഴ്സ് കിറ്റാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് 350 റുപ്പീസിന് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ഇതിൽ എന്തൊക്കെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പ്രീ റോൾ ചെയ്ത കോൺസ് ഉണ്ടാവും, പിന്നെ 12 പ്രീ കട്ട് സെലോഫെയിൻ ഷീറ്റ്സും ഉണ്ടാവും. പിന്നെ നമ്മളിതിൽ ഒരു 35 ഗ്രാം ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 30 ml യൂക്കാലിപ്റ്റസ് എസൻഷ്യൽ ഓയിൽ ആണ് കൊടുത്തേക്കണേ. പിന്നെ അത്യാവശ്യം ഒരു വലിയൊരു പൈപ്പിംഗ് ബാഗും ഉണ്ടാവും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് 100 ഗ്രാം ഹെന പൗഡറും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ വേഗം ഒന്നങ്ങ് കാണിച്ചു പോകാം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കണേ. അപ്പോൾ ഹെന പൗഡറിൻ്റെ പാക്കറ്റ് പൊട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലൊരു പാക്കറ്റ് ആയിരിക്കും. അത് നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രത്തിൽ സ്റ്റിക്ക് ആവാതെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ ആഡ് ചെയ്യണം. അത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കണ യൂക്കാലിപ്റ്റസ് ഓയിലില്ലേ, അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ മുകളിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തേണ്ടത് മുകളിലെ ലെയർ ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 8 മണിക്കൂർ ഇത് അടച്ചു വെച്ച് ഡ്രൈ റിലീസിനായിട്ട് മാറ്റി വെക്കണം. അങ്ങനെ ആ 8 മണിക്കൂറിന് ശേഷം നമ്മൾ തുറന്നു നോക്കുമ്പോൾ മുകളിൽ നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ട് അതങ്ങ് മാറ്റി വെക്കുമ്പോൾ ഒരു ഗ്രീൻ കളർ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം നന്നായിട്ട് ഡ്രൈ റിലീസ് ആയിട്ടുണ്ടെന്നാണ്. ഇനി ഇത് നമ്മൾ സ്പാച്ചിൽ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യണമായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം നമ്മൾ സ്പാച്ചിൽ വെച്ച് ചെയ്യുമ്പോൾ തന്നെ കുറേ ടൈം എടുത്ത് മിക്സ് ആക്കേണ്ടി വരും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കാണിക്കണേ. അങ്ങനെ കുറേ ടൈം മിക്സ് ചെയ്ത് നമുക്ക് നല്ലൊരു കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു സോക്സിലൂടെ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് നമ്മുടെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കി കഴിഞ്ഞാൽ കോൺ ഫില്ല് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹെന്ന ബിഗിനേഴ്സ് കിറ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് DM ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.